الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء هو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء هو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء هو السميع العليم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا سيدي سندي غوثي ويا مددي كلي ظهيرا على الأعداء بالمدد. مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين. يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني. ബഹുമാനമുള്ള ഖുതുബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിരി ചിശ്തി മദ്ദല്ലാഹു ളില്ലഹുൽ ആലി, മഹാനവറുകളുടെ അഭിവന്യരായ ഖലീഫമാരെ, പ്രിയങ്കരായ പണ്ഡിത ശ്രേഷ്ഠരെ, ആദരണീയരായ ജ്യേഷ്ഠാനുജന്മാരെ, സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹപ്രവർത്തകരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ വിധിയുണ്ടായി. നാളെ സ്വർഗലോകത്തും സംഗമിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളഖിലം പടച്ച തമ്പുരാന്റെ പ്രീതിക്കായി ചെയ്തു തീർക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. അവസാനം അള്ളാഹുവിൻ്റെ റിള സ്വയത്തമാക്കുന്ന മഹാഭാഗ്യശാലികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. തെറ്റിദ്ധരിച്ച് അബദ്ധം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരന്മാർക്ക് തിരുത്താനും ശരിയായ ലൈൻ സ്വീകരിക്കാനുമുള്ള സൽബുദ്ധി അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. കേരളത്തിൽ പൊതുവെ വ്യത്യസ്തമായ പ്രസ്ഥാനങ്ങളും ആശയ സംഘടനകളും അവയുടെ പ്രബോധന പ്രവർത്തനങ്ങളും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നല്ല അന്തരീക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. കേരളത്തിൽ ജനങ്ങൾ പ്രബുദ്ധരാണ്. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാനുള്ള അഥവാ മനസ്സിലാക്കി കൊടുക്കാനുള്ള പരിപക്വത നേടിയ പ്രസ്ഥാനങ്ങൾ സുതാര്യമായ ആശയാവതരണം നടത്തുക എന്ന പരിപാടിയാണ് സാധാരണ കണ്ടുവരാറ്. ഈ ഭാഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പൊതുവെ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ പൊതുവേദിയിലേക്ക് വലിച്ചിടുന്ന ഒരു സ്വഭാവം ഇതുവരെയായി ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. മാത്രമല്ല, അവരുടെ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം പണ്ഡിതന്മാര് കാര്യങ്ങൾ ഗ്രഹിച്ച് വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്ത് തങ്ങളുടെ പ്രവർത്തകന്മാരെ ബോധ്യപ്പെടുത്തുന്ന ശൈലിയായിരുന്നു നാളിതുവരെയായി ഇവിടെയൊക്കെ കണ്ടുവന്നിരുന്നത്. അതിന് വിപരീതമായി തിരുവനന്തപുരം ജില്ലയിൽ
അങ്ങകലെ പാലക്കാട് ഉള്ള ഒരു സഹോദരൻ, അള്ളാഹു അദ്ദേഹത്തിന് സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ, ആരും പഴച്ച് നശിച്ചു പോണം എന്ന് നാം ആഗ്രഹിക്കുന്നില്ലല്ലോ. ഒരു പക്ഷേ ഒരാവേശത്തിൽ ചില ആളുകൾക്കൊക്കെ അങ്ങനെ തോന്നിയേക്കാം. അത്യാവശ്യം ഒരു തലയെക്കെട്ടും അല്ലെങ്കിൽ തൊപ്പിയും താടിയും ഒരു ശുഭ്രവസ്ത്രവും ഒക്കെ ധരിച്ച് കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ താൻ കൊള്ളാം എന്നിങ്ങനെ തോന്നും. അപ്പൊ പിന്നെ കയ്യിലുള്ള എന്തെങ്കിലും ഒന്ന് രണ്ട് ഇബാറത്തുകൾ, വാക്യങ്ങൾ, കിതാബിന്റെ വേർഡ്സ് അതെടുത്തുകൊണ്ടുവന്ന് സമുദായത്തിന്റെ മുമ്പിലിട്ട് കൊടുത്ത് പാണ്ഡിത്യം ചമയാനുള്ള ശ്രമം നടത്തും. പക്ഷെ അങ്ങനെ ശ്രമം നടത്തി സമുദായത്തിന് ഉപദ്രവകരമല്ലാത്ത രീതിയിൽ നീങ്ങുകയാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. അടിസ്ഥാനപരമായി മുസ്ലിം ഉമ്മത്തിന് രക്ഷപ്പെടാൻ പര്യാപ്തമായ സാഹചര്യത്തിന് വിഘ്നം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള സമീപനമുണ്ടാകുമ്പോൾ അത് ബോധ്യപ്പെടുത്താനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടുകയാണ് ഈ സംഗമത്തിലൂടെ നിർവഹിക്കുന്നത്. ഇവിടെ പരാമർശ വിധേയമാക്കപ്പെട്ട വ്യക്തി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാലക്കാട്ട് നിന്നും തിരുവനന്തപുരത്തെത്തിയ മാന്യദേഹം. അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഞാൻ കേട്ടു. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ തിരുവനന്തപുരം ജില്ല ഉൾക്കൊള്ളുന്ന ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയിലെ പണ്ഡിതന്മാരെ മുഴുവൻ 10 പൈസക്കില്ലാതെയാക്കി താനാണ് ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന്, താനാണ് സത്യം തുറന്നു പറയുന്നയാള്, ഇവരൊക്കെ കള്ളന്മാരാണ് എന്ന് അവരുടെ സ്റ്റേജിൽ കയറിയിട്ട് പറയാൻ ധൈര്യം കാണിച്ചു എന്ന് പറഞ്ഞാൽ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയെ ഇദ്ദേഹം പ്രഭാഷണങ്ങളെ കൊണ്ട് ശരിയാവണ്ണം ഷണ്ഡീകരിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം തെളിയിച്ചത്. നിങ്ങൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഇനിയും കേൾക്കണം. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം തുടക്കത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഒരു സംഘടനയിലും മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. ആരാ പ്രസംഗിക്കാൻ സ്റ്റേജ് കെട്ടിക്കൊടുക്കുന്നത്? ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക സംഘടന. അവര് മൈക്ക് വെച്ച്, അവര് പെർമിഷൻ എടുത്ത്, അവര് പണം ചെലവഴിച്ച് സംഘടിപ്പിച്ച വേദിയിൽ വന്നിട്ട് അദ്ദേഹം പറയുന്ന തുടക്കത്തിൽ തന്നെ എന്റെ മുന്നിലിരിക്കുന്ന ദക്ഷിണേതര സംഘടനകളിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരെ നിങ്ങളൊക്കെ ശരിക്കും കളവ് പറയുന്നവരാണ്, ശരിയായ ദിശയിൽ പോകുന്നവരല്ല, സത്യം തുറന്നു പറയാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പച്ചയായി അദ്ദേഹം അവരെ ഇരുത്തി പറഞ്ഞപ്പോ ഇവരൊക്കെ ശരിക്ക് ഈ മനുഷ്യന് പറയുന്നത് കേട്ടിങ്ങനെ ഇരിക്കുകയാണ്. എണീറ്റ് നിന്ന് അരുത്, മാനിഷാദ എന്ന് പറയാൻ ഞാൻ അതിന്റെ അർത്ഥം ശരിക്ക് പറയുന്നില്ല. അരുത് അരുത് എന്ന് പറയാൻ ഈ പണ്ഡിതന്മാരാരും തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ഇത്രമേൽ അധപ്പതിച്ചു എന്ന് പറയാൻ പ്രയാസമുണ്ട്. ഒരു പണ്ഡിത സംഘടനയല്ലേ, എന്റെ ഉത്തരവാദപ്പെട്ട ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് ഒരു മുഷാവറൊക്കെ അല്ലേ, വിവരമുള്ള ആളുകളൊക്കെ അല്ലേ. എന്നിട്ട് അദ്ദേഹം പറയാണ്, തുടക്കത്തിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പറയാണ്, ഞാനൊരു സംഘടനയിലും മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. എന്തിനു വേണ്ടിയാ മെമ്പർഷിപ്പ് എടുക്കാത്ത? എനിക്ക് സത്യം തുറന്ന് പറയണം. ആരെ മുഖത്ത് നോക്കിയും സത്യം തുറന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രസ്ഥാനത്തിന്റെ ഒരു സംഘടനയുടെയും മെമ്പർഷിപ്പ് ഞാൻ എടുത്തിട്ടില്ല, ഒരു സംഘടനയുടെ മെമ്പറും അല്ല ഞാൻ.
അപ്പൊ ഈ മെമ്പർഷിപ്പ് എടുത്ത ബാക്കി മൗലവിമാരൊക്കെ സത്യം പറയാൻ കഴിയാത്ത അഥവാ താല്പര്യമില്ലാത്ത, സത്യം പറയേണ്ടി വരുമല്ലോ എന്ന് കരുതിയിട്ട് മെമ്പർഷിപ്പ് എടുത്തോല ബാക്കിയുള്ളവർ. അങ്ങനെയൊക്കെ പറയാവോ പൊന്നു പണ്ഡിത സഹോദര? ഏറ്റവും ചുരുങ്ങിയ കുറെ വയസ്സ് ചെന്ന ആളുകളില്ലേ, അവരെ മാനിക്കണ്ടേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു പ്രസ്ഥാനത്തെ, ഈ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ മുച്ചൂടും സത്യവിരുദ്ധ ചേരിയിലാണ്. എനിക്ക് സത്യം, ഞാൻ സത്യം തുറന്നു പറയും, മരിച്ചാലും വേണ്ടിയില്ല ഞാൻ സത്യം തുറന്നു പറയും, മെമ്പർഷിപ്പ് എടുക്കൂല സത്യം തുറന്നു പറയാൻ. ദക്ഷിണയുടെ പ്രസിഡന്റ് മെമ്പർഷിപ്പ് എടുത്തു, സത്യം തുറന്നു പറയാൻ കഴിയില്ലേ? ദക്ഷിണയുടെ ജനറൽ സെക്രട്ടറി മെമ്പർഷിപ്പ് എടുത്തു, സത്യം തുറന്ന് പറയാത്തവരാണോ ദക്ഷിണയുടെ മുഷാവറ മെമ്പർമാർ? അതിൽ അംഗങ്ങളാണെങ്കിൽ അവർക്ക് സത്യം തുറന്നു പറയാൻ കഴിയില്ലേ? ദക്ഷിണയുടെ പോഷക സംഘടനകളിൽ മെമ്പർഷിപ്പ് എടുത്തവർക്ക് സത്യം തുറന്നു പറയാൻ കഴിയില്ലേ? അവരുടെ യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് സത്യം തുറന്നു പറയാൻ കഴിയില്ലേ? അവരുടെ മുഅല്ലിമീൻ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് സത്യം തുറന്നു പറയാൻ കഴിയില്ലേ? ഇവർക്കൊന്നും സത്യം തുറന്നു പറയാൻ കഴിയില്ല എന്ന് ആർജവത്വത്തോടുകൂടെ അവരെ മുഴുവൻ കുത്തിയിരിപ്പിച്ച് അവരുടെ മുഖത്ത് നോക്കി പാലക്കാട് നിന്ന് ഒരു ഹസ്രത്ത് വന്ന് ആക്രോശിക്കുമ്പോൾ പിടിച്ചു കെട്ടാനുള്ള ആഴത്വം നഷ്ടപ്പെട്ട, ശല്യീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമായി ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ അധപ്പതിക്കുന്നത് മോശമാണ് എന്ന് ഉത്തരവാദപ്പെട്ട ആളുകളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലേ വേണ്ടേ? നിങ്ങൾ ആലോചിക്കുക, ആ കേസറ്റ് കേൾക്കി എനിക്കൊരു വിഷമം തോന്നി കേട്ടപ്പോ. ഒരു വലിയൊരു പണ്ഡിത സഭ, അതില് മെമ്പർഷിപ്പ് എടുത്തോര്, അതില് അംഗങ്ങളായോല്, അവരൊക്കെ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് ഇയാള് മാത്രം ഒരു സത്യം പറയുന്ന ആള് അങ്ങനെ ചെയ്യാവോ? ഈ ഭാഗത്തുള്ള ആളുകൾ അദ്ദേഹം ഒന്ന് പറയുമ്പോഴേക്കും, എന്നിട്ട് അദ്ദേഹം പറയേണ്ട ആശയ സംവാദമാണല്ലോ, ഇത് പറഞ്ഞിട്ട് സത്യം പറയുന്ന ആളാണ്, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലെന്ന് അവർ പറയണമെങ്കിൽ അതിനവർക്ക് തുറന്ന് വേദി കൊടുക്കി, ഒരു കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറയേണ്ടതിന് പകരം പെർമിഷൻ മുടക്കുക. ഓ, ഭയങ്കര സത്യസന്ധന അല്ലേ? ഇയാൾക്ക് സത്യം പറയണമെങ്കിൽ രാജ്യത്തെ പോലീസ് സംവിധാനം മുഴുവൻ തന്റെ പിന്തുണയ്ക്ക് വേണമെന്ന് വരുമ്പോൾ പിന്നെ മെമ്പർഷിപ്പിന്റെ പേര് പറഞ്ഞ സത്യത്തിന്റെ എങ്ങനെ വേണോ? ആശയ സംവാദത്തിൽ ആശയങ്ങൾ തുറന്ന് അവതരിപ്പിക്കുക, എന്നിട്ട് പറഞ്ഞിട്ട് താങ്കളുടെ അരികിൽ ആശയം ഉണ്ടെങ്കിൽ ഇനിയും വന്ന് 100 തവണ പറഞ്ഞാൽ ഇവിടെ വന്ന് അത് മുഴുക്കെ ഒന്നൊന്നായി ശരിയല്ലെങ്കിൽ ശരിയല്ലെന്ന് പറയാൻ ആർജവത്വമുള്ള, കഴിവുള്ള, പാണ്ഡിത്യമുള്ള, അറിവുള്ള ധാരാളത്തിലധികം ആളുകൾ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനവറുകളുടെ മുരീദുമാരുണ്ട്. ഇയാൾക്ക് ചിലപ്പോൾ ആൾക്കാരെ തിരിഞ്ഞിട്ടുണ്ടാവില്ല. ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി എന്ന് പറയുന്ന ഖുതുബുസ്സമാൻ കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ സന്നിവേശിപ്പിച്ചുകൊണ്ട് മഹിതമായ ദീനിന്റെ യശസ്സാർന്ന ജീവൽ പ്രതീകങ്ങളായി ജീവിപ്പിക്കുന്ന സാഹചര്യം ഉടലെടുത്തപ്പോ പലരും ഇതിനു മുമ്പ് രംഗത്ത് വന്നു. അവരൊക്കെ എവിടെ പോയി എന്ന് ആശയ സമരത്തിന്റെ പോരാട്ടത്തിലെ ശ്മശാനത്തിലെ മീസാൻ കല്ലുകളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഒരുപാട് ഹസ്രത്തുമാരെ കാണാൻ സാധിക്കും. അല്ലേ? അവരൊക്കെ വന്നപ്പോ ഇതിലേറെ ഊക്കുണ്ടായിരുന്നു. കാര്യം തിരിഞ്ഞപ്പോ ഇനി ആക്രോശിച്ചാൽ അപകടമാണെന്ന് മനസ്സിലാക്കി അവരൊക്കെ പരിപാടി നിർത്തിയപ്പോ ഈ സാധു ഇറങ്ങിയിരിക്കണം. അള്ളാഹു അദ്ദേഹത്തിന് സൽബുദ്ധി പ്രദാനം ചെയ്യട്ടെ. അബദ്ധം മനുഷ്യനാണല്ലോ, വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ
മജീദ് ഉസ്താദ് പറയുന്നത് മീസാൻ കല്ല് പറഞ്ഞ ഇയാൾ നേർക്കുന്നേരെ പണ്ട് ഹാദീലത അല്ല മറ്റേ എന്റെ കൈ പിടിച്ചാലൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ ഷെയ്ഖുന. അത് പറഞ്ഞപ്പോ കൈ പിടിച്ചാൽ മതി പറഞ്ഞാണ്ട് വിശദീകരിച്ച് കൊളാക്കാൻ ശ്രമിച്ച ആളാ. ഇനി മീസാൻ കല്ല് പറഞ്ഞാൽ എന്റെ മീസാൻ കല്ല് എവിടെ വെച്ചാണ്ട് ഇങ്ങനെ തിരിഞ്ഞു നടക്കണ്ട. ഇതൊക്കെ സാഹിത്യ അഭിരുചിയുള്ള ആളുകൾ സംസാരിക്കുന്ന സമയത്ത് അതൊക്കെ സഹൃദയത്തുള്ള ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നതാണ്. സഹൃദയത്വം എന്ന് പറഞ്ഞ ഒന്നുണ്ട് സാഹിത്യത്തിൽ, അത് ഉൾക്കൊള്ളാൻ കഴിയണം. ഞാൻ ദീർഘമായി പറയുന്നില്ല ആ വിഷയം. ഇദ്ദേഹം ഷെയ്ഖുനയുടെ വ്യക്തിത്വം ഇടിച്ചു താഴ്ത്താൻ വേണ്ടി ഷെയ്ഖുന ഒരു വിവരമില്ലാത്ത ആളാണ് എന്ന് വരുത്താൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഉടനീളം യത്നിച്ചത്. വിനയത്തോടു കൂടെ പൊന്നു ഹസ്രത്തെ, ഈ കസറത്ത് നടത്തുന്നതിന്റെ മുമ്പ് താങ്കൾ ചെയ്യേണ്ടിയിരുന്നത് ഷെയ്ഖുനയെ കുറിച്ച് കേൾക്കുമ്പോൾ യഥാർത്ഥ പണ്ഡിതനായിരുന്നുവെങ്കിൽ അതൊന്ന് അന്വേഷിക്കാമായിരുന്നല്ലോ അല്ലേ? അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ട്. ഇനി ഞാനത് പറഞ്ഞാൽ ഏത് തഫ്സീറാ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ചോദിക്കണ്ട. ഏത് തഫ്സീറാ വേണ്ടതെന്ന് അയാൾക്കറിയാം. ഷെയ്ഖുനയുടെ പാണ്ഡിത്യത്തിന് നേരെ പല്ലിളിക്കാൻ വന്നാൽ പാണ്ഡിത്യത്തിന്റെ ഏതു വിഷയത്തിലാണ് വേണ്ടത് എന്ന് 100% സ്ഥാപിച്ചു കൊടുക്കാൻ ഖുതുബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി എന്ന് പറയുന്ന 21ാം നൂറ്റാണ്ടിന്റെ നായകന് കഴിയുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യം എടുക്കുക. അത് ചോദിച്ചു വരണ്ട. പിന്നെ എന്താ സുഹൃത്തെ ചോദിക്കണ്ടേ? അല്ല, പൊന്നാര ഹസ്രത്തെ ചോദിക്കേണ്ട. ഇനി സുഹൃത്ത് അറിയുമ്പോ എത്ര വയസ്സുള്ള അത് പറഞ്ഞാണ്ട് ഞാൻ ഇമ്മേക്കാരൻ കാര്യമായിട്ട് കെട്ടിമറിഞ്ഞു കൂടുക. ഹസ്രത്ത് ഷെയ്ഖിന്റെ അടുത്തൊന്ന് വന്നാൽ മതി. പല ആൾക്കാരും മുമ്പ് വന്നിരുന്നു. താങ്കളെക്കാൾ പ്രഗത്ഭർ എന്ന് കേരളം അംഗീകരിച്ച പണ്ഡിതന്മാർ ആ പരിശുദ്ധമായ സാന്നിധ്യത്തിൽ വന്നു. വിവരവുമായി ഒന്ന് മാറ്റുരച്ചൊരു സംവേദനം നടത്തി. അതിനുശേഷം ഒരു തെറ്റും കണ്ടില്ല, ഒരു കുഴപ്പവും കണ്ടില്ല എന്ന് പറഞ്ഞ് ദുആ ചെയ്യണമെന്ന് പറയിപ്പിച്ച് അവരുടെ വലിയ വലിയ പ്രസ്ഥാനത്തിന്റെയും പാണ്ഡിത്യത്തിന്റെയും പേരിൽ കേരളത്തിൽ അറിയപ്പെട്ട ആളുകളെ കൊണ്ട് ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി അല്ലാഹുമ്മ മുദ്ദലില്ലഹുല്ലാലി മഹാനവർകൾ പറയിപ്പിച്ച ചരിത്രത്തിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇയാൾ പറയുന്നു, ഇനി അങ്ങനെ വിളിക്കണ്ട, ഇനി അങ്ങനെ ഇന്ന തഫ്സീർ അറിയും, ഏത് തഫ്സീറാ വേണ്ടതെന്ന് ചോദിച്ചു വരണ്ട. പിന്നെ വിവരമുണ്ട് എന്നറിയാൽ അങ്ങനെ തന്നെയല്ലേ? മാറ്റുരച്ചാൽ മുഖം തെളിയും മാറ്റാരുടെ മനം നിറയുന്നൊക്കെ ജ്വല്ലറിന്റെ പരസ്യത്ത് കണ്ടിട്ടില്ല നിങ്ങൾ? മാറ്റുരക്കുമ്പോഴല്ലേ കാര്യം തിരിയ അല്ലേ? ഇനി നിങ്ങളുടെ പാണ്ഡിത്യം ഇന്നത്തോടുകൂടെ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരിയുടെ സമ്മതത്തോടുകൂടെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ ഇന്നേ വരെയായി ആശയ സംവാദം നടത്തിയ ചരിത്രത്തിന്റെ പിൻബലം വെച്ചുകൊണ്ട് പറയുന്നു, ഇന്നു മുതൽ ഈ ഹസ്രത്തിന്റെ വായയിൽ നിന്ന് വരുന്ന ആശയങ്ങൾ അബദ്ധ ജടിലതയുടെ കൂടാരമായിരിക്കുമെന്ന് കാലം തെളിയിക്കാനിരിക്കുകയാണ്. ഒന്നൊന്നായി നിങ്ങൾ ഇനി പരിശോധിച്ചു നോക്കണ്ടേ. തൊട്ടോല് മുഴുവൻ ആശയപരമായ പാപ്പരത്തിലേക്ക് കൂപ്പുകുത്തി എന്നുള്ളതൊരു സത്യാണ്. അതൊരു സത്യാണ്, ആക്ഷേപം പറയല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. അതുകൊണ്ടാണ് എല്ലാരും പരിപാടി നിർത്തിയിട്ട് കിതാബും പൂട്ടി സുഖമായിട്ട് കുത്തിരിക്കണേ. ഇനി മുണ്ടണ്ട, എല്ലാരും സാമ്പിൾ നോക്കിക്കണ് അല്ലേ? അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി, ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവൻ പാണ്ഡിത്യത്തിൽ ആരെയും വെല്ലുന്ന രീതിയിൽ പരിശുദ്ധമായ ദീനിന്റെ ഉജ്ജ്വലമായ സന്ദേശം ഉയർത്തിപ്പിടിച്ച് ആധ്യാത്മിക മേഖലയിലേക്ക് ആളുകളെ കൈപിടിച്ചതുപോലെ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവൻ പാണ്ഡിത്യത്തിന്റെ പറുദീസയിലിരുന്നു കൊണ്ട് പരിശുദ്ധമായ പരിശുദ്ധമായ തൗഹീദ് നൽകി ആളുകളെ പരിശുദ്ധിയുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് ആധ്യാത്മിക രംഗത്ത് കൈപിടിച്ചതുപോലെ മഹത്തുക്കളായ മഹാമനീഷികൾ കൈപിടിച്ചതുപോലെ പാണ്ഡിത്യത്തിന്റെ നെറുകയിലിരുന്ന്
ബഹുമാനപ്പെട്ട ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിസ്തി മഹാനവറുകൾ തന്റെ മുരീദുമാരെ, ജനതയെ, കേരളത്തിലുള്ളവരെ, ഇന്ത്യയിലുള്ളവരെ, ലോകത്തിലുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ പകർന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാണ്ഡിത്യം ഉണ്ടോന്ന് പരിശോധിക്കാൻ ആർക്കെങ്കിലും പാണ്ഡിത്യത്തിന്റെ കാര്യത്തിൽ സംശയമുണ്ട് എങ്കിൽ യാതൊരു പ്രയാസവും വേണ്ട. നിങ്ങൾ ആലുവയിൽ വന്ന് ഒന്ന് അന്വേഷിച്ച് ഷെയ്ഖുനിയുമായി ഒന്ന് കൂടി 5 മിനിറ്റ് സംസാരിച്ചാൽ ആ കാര്യം ബോധ്യപ്പെടും. അതിന് കൂടുതൽ പണിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ട് ഇദ്ദേഹം അതിന്റെ പേരിൽ പാണ്ഡിത്യം വേണമെന്ന് പറഞ്ഞ് കിതാബുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി വക്രീകരിച്ച് അവതരിപ്പിച്ചിരിക്കുന്നു. ഇയാൾ അവതരിപ്പിക്കുന്ന കേട്ട ഷെയ്ഖുനാക്ക് വിവരമില്ലാന്ന് വരുത്താൻ വേണ്ടിയാ. അത് ഞാൻ 100% നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഷെയ്ഖുനയുടെ അരികിൽ വന്നാൽ ആ കാര്യം ബോധ്യപ്പെടും. അതിലിപ്പോ നമുക്ക് ആർക്കും പ്രയാസം തോന്നണില്ല. അവിടെ സെക്യൂരിറ്റി ഗാർഡൊന്നുമില്ല. അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഒരു പരിശോധിച്ച്, ആരാ ഹസ്രത്തോ, എന്നാ അങ്ങോട്ട് പോണ്ട, ആരാ ഫൈസിയോ, എന്നാ അങ്ങോട്ട് പോയിക്കോ, ആരാ മന്നാനിയോ, പോണ്ട എന്ന് പറയില്ല. ആർക്കും സുഖമായിട്ട് വരാ. ആരും സെക്യൂരിറ്റി ഉണ്ടാവില്ല. 5 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങൾ ആരാണെന്ന് ഷെയ്ഖുനാക്കും മനസ്സിലാക്കാൻ കഴിയും. ഷെയ്ഖുൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളെടുത്ത് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം വരും. അതല്ലേ? അതാണ് ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിസ്തി. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ തിരു സാന്നിധ്യത്തിൽ പോകാനും അവിടുത്തെ കൈപിടിക്കാനും അവിടത്തോട് ബൈഅത്ത് ചെയ്യാനും അങ്ങനെ ഇഹപര വിജയം കൈവരിക്കാനും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒന്ന്, വിലായത്ത് എന്ന് പറഞ്ഞാൽ വിലായത്തിന്റെ അദിനാ മർത്തബയിൽ എത്തണമെങ്കിൽ എന്ന് പറഞ്ഞ ഏറ്റവും ലോ ക്ലാസ് വിലായത്ത്, അവിടെ എത്തണമെങ്കിൽ ശരീഅത്തിന്റെ എല്ലാ അറിവുകളും പൂർണ്ണമായി പഠിച്ചിരിക്കണം. വിലായത്തിന്റെ അദിനാ മർത്തബ ഏറ്റവും ലോ ക്ലാസ് വിലായത്ത്, ഏറ്റവും താഴ്ന്ന വിലായത്ത് കിട്ടണമെങ്കിൽ ശരീഅത്തിന്റെ ഇൽമുകൾ ഏതൊക്കെയുണ്ടോ അതിൽ മുഴുവൻ അതീവ പാണ്ഡിത്യം നേടണം. എന്നാലേ വിലായത്തിലേക്ക് പ്രവേശിക്കാൻ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കാല് വെക്കാൻ കഴിയുകയുള്ളൂ. ഷെയ്ഖിയത്ത് എന്നൊക്കെ പറഞ്ഞാൽ വിലായത്തിന്റെ ഏറ്റവും അഅ്ലാ മർത്തബയാണ്, ഏറ്റവും ഉന്നതമായ തലമാണ്. അതുകൊണ്ട് അവിടെ എത്തണമെങ്കിൽ ശരീഅത്തിന്റെ എല്ലാ ഇൽമിലും അതീവ പാണ്ഡിത്യം, ശാസ്ത്രം ഓരോ കണ്ടെത്തലും നടത്തുമ്പോൾ അതിനെക്കുറിച്ചുള്ള അഗാധമായ പാണ്ഡിത്യം, അതിനെക്കുറിച്ചൊക്കെ വിസ്തരിച്ച് വിശദീകരിച്ച് പറയാനുള്ള പ്രാവീണ്യം ഉണ്ടെങ്കിലേ ഷെയ്ഖാകാൻ പറ്റുള്ളൂ എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇതുവഴി ഒരുപാട് മഹാമനീഷികളെ ഈ മഹത്തായ വിലായത്തിന്റെ പദവിയിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കാനുള്ള നിഗൂഢമായ ആസൂത്രിതമായ ശ്രമമാണ് എന്നതിലുപരി മഹത്തുക്കൾ പറഞ്ഞ കിതാബിന്റെ ഇബാറത്ത് പച്ചയായി വക്രീകരിച്ച് നേരെ വിപരീതം അർത്ഥം വെക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തു. അതാ വലിയ അപകടം. നോക്കൂ നിങ്ങൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുല്ല ആരാ? വലിയ ആരിഫാണ്. ഇദ്ദേഹം പറയുകയാണ് വലിയ ആരിഫാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഖുതുബാണ് മഹാനുഭാവൻ ഇബ്നു ഹജർ റഹിമഹുല്ല. ആ മഹാനുഭാവൻ തന്റെ ഫതാവൽ ഹദീസിയയിൽ പറഞ്ഞ വിഷയമാണ് എടുത്തുദ്ധരിച്ചത്. മത്തഖവല്ലാഹു മിൻ വലിയ്യിൻ ജാഹിലിൻ വലവിത്തഖവഹു ലഅല്ലമഹു. അള്ളാഹു ഒരു ജാഹിലായ ആളെ വലിയാക്കുക എന്ന് പറഞ്ഞിട്ട് വിശദീകരിക്കുക. വലവിത്തഖവഹു ലഅല്ലമഹു. അങ്ങനെ ജാഹിലിനെ വലിയാക്കിയാൽ, വിവരമില്ലാത്തവനെ വലിയാക്കിയാൽ അവൻ അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് ഈ വാക്യം എടുത്തു വെച്ച് അദ്ദേഹം വിശദീകരിക്കുക. ഇത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ റഹിമഹുല്ല പറഞ്ഞത്, ശരീഅത്തിന്റെ എല്ലാ ഇൽമുകളിലും അഗാധ പാണ്ഡിത്യം ഉണ്ടായാലേ
അദ്ദേഹം വിലായത്തിന്റെ മർത്തബയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അതിനാ മർത്തബയിലേക്ക് തന്നെ പ്രവേശിക്കുകയുള്ളൂ. അതുകൊണ്ട് ജാഹിലായ വിവരമില്ലാത്ത ആള് വലിയാകാൻ പറ്റില്ല എന്ന് ഇബ്നു ഹജർ റഹിമഹുല്ല ശരീഅത്തിന്റെ വിജ്ഞാനത്തിൽ ജാഹിലായ ആളുകൾക്ക് വിലായത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് മഹാനുഭാവൻ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഫതാവൽ ഹദീസിയയിൽ ഇവിഷയകമായ വിശദീകരണമായി ഇബ്നു ഹജർ റഹിമഹുല്ല എന്ന് പറയുന്ന ആരിഫും കുത്തുബുമാണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ മഹാമനീഷി പറഞ്ഞത്? അങ്ങനെ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ ഹസ്രത്ത് അങ്ങനെ വിശദീകരിക്കുകയാണെങ്കിൽ ഖല്ലി വല്ലി പറയട്ടെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, കുഴപ്പമില്ല, സന്തോഷമുള്ള കാര്യം, അവര് പറഞ്ഞത് തന്നെയാണല്ലോ വിശദീകരിക്കേണ്ടതെന്ന് നമ്മൾ പറയും. ഇല്ലേ, നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമല്ലല്ലോ, എഴുതി വെക്കപ്പെട്ട രേഖയാണല്ലോ. ഫതാവൽ ഹദീസിയ എന്ന് പറഞ്ഞാല് എല്ലാവർക്കും വാങ്ങാൻ കിട്ടുന്ന ഒരു ഗ്രന്ഥാണ്, പണ്ഡിതന്മാർക്കിടയിൽ പരിചിതമായ ഗ്രന്ഥാണ്. അതുകൊണ്ട് അതിലില്ലാത്തത് അദ്ദേഹം ഇബാറത്ത് വായിച്ചില്ല. വായിക്കാതെ വായിച്ചാൽ ഈ ഇബാറത്തെങ്ങാനും താങ്കൾ പ്രസംഗിച്ച ആ സ്റ്റേജിൽ വെച്ച് വായിച്ചിരുന്നുവെങ്കിൽ ആ സ്റ്റേജിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് അറബി വായിച്ചർത്ഥം വെക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു കുട്ടി ആ സദസ്സിൽ പണ്ഡിതനായിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഉസ്താദെ ആ വാക്യത്തിന്റെ അർത്ഥം ഒന്നുകൂടെ വെച്ചിട്ട് ബോധ്യപ്പെടുത്തണമെന്ന് പറയുമായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് ആ ഇബാറത്ത് വായിക്കാൻ പോലും ഇയാൾ സന്നദ്ധമായില്ല. എന്നിട്ട് വിശദീകരണത്തിൽ ഇങ്ങനെയാ പറഞ്ഞത്. അപ്പോ ആൾക്കാരൊക്കെ അങ്ങനെയല്ലേ, എണീറ്റ് പോയി ആലോചിക്കണ്ട. പറയുമ്പോ ഉത്തരവാദപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയാകുമ്പോ കൂടുതൽ ആലോചിക്കണ്ടേ. നോക്കൂ നിങ്ങൾ, മഹാനുഭാവൻ പറയുന്നു, ഇബ്നു ഹജർ റഹിമഹുല്ല ഈ വാക്യം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഫൽ മുറാദു അൽ ജാഹിലു ബിൽ ഉലൂമിൽ വഹബിയ്യ വൽ അഹ്വാലിൽ ഖഫിയ്യ. അൽ ജാഹിലു ബിൽ ഉലൂമിൽ വഹബിയ്യ, ഇവിടെ ജാഹിലി എന്ന് പറഞ്ഞത് അറിവില്ലാത്തവൻ എന്ന് പറഞ്ഞത്, വിവരമില്ലാത്ത ആള് എന്ന് പറഞ്ഞത് ബിൽ ഉലൂമിൽ വഹബിയ്യ, ശരീഅത്തിന്റെ വിജ്ഞാനത്തെ കുറിച്ചല്ല, വഹബിയായ അറിവിനെ കുറിച്ചാണ് ആ പറഞ്ഞത് എന്ന് മഹാനുഭാവൻ വിശദീകരിക്കുന്നു. വലിയാകണോ, വലിയകൾക്ക് വേണ്ട വഹബിയായ വിജ്ഞാനം വേണം, അതില്ലാത്തവനായ പറ്റില്ല എന്നാണ് പറഞ്ഞത്. മാത്രമല്ല വീണ്ടും തുടർന്ന് ഇബ്നു ഹജർ റഹിമഹുല്ല പച്ചയായി ഈ വാക്യം വിശദീകരിച്ച് തന്റെ കിതാബ് ഫതാവൽ ഹദീസിയയിൽ വളരെ വ്യക്തമായി പറയുന്നു, ലൽ ജാഹിലു ബിമബാദിഇൽ ഉലൂമിൽ ളാഹിറതി മിമ്മാ യജിബു അലൈഹി. ലൽ ജാഹിലു ബിമബാദിഇൽ ഉലൂമിൽ ളാഹിറതി മിമ്മാ യജിബു അലൈഹി. നോക്കൂ നിങ്ങൾ, എന്തുമാത്രം സുതാര്യമായിട്ടാ മഹാനുഭാവൻ പഠിപ്പിച്ചത്. ലൽ ജാഹിലു, വിവരമില്ലാത്തയാളല്ല, ബിമബാദിഇൽ ഉലൂമിൽ ളാഹിറ, ശരീഅത്തിന്റെ ഇൽമുകളുടെ പ്രാഥമിക ജ്ഞാനം പോലും അറിവില്ലാത്ത ആളാണ് എന്നല്ല, മഹാവിജ്ഞാനമില്ലാത്ത ആളല്ല എന്നല്ല, ശരീഅത്തിന്റെ വിജ്ഞാനത്തിന്റെ പ്രാഥമിക അറിവ് പോലും ഇല്ലാത്ത ജാഹിൽ എന്ന അർത്ഥത്തിൽ അല്ല. എന്നിട്ട് ഇയാളതിനെ തിരിച്ചു മറിച്ച് എന്താക്കി? ശരീഅത്തിന്റെ ഇൽമിൽ വമ്പിച്ച പ്രാഗൽഭ്യം നേടിയ മഹാപ്രാവീണ്യരായ ആളുകൾക്ക് മാത്രമേ വിലായത്തിന്റെ അധികാരത്തിന്റെ അധിനാമർത്തബയിൽ നിയോഗിക്കപ്പെടാൻ യോഗ്യതയുള്ളൂ എന്ന് നേർക്കുനേരെ എതിരായ കാര്യം ഒരു കാലത്തെ ആരിഫും കുത്തുബുമായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുല്ല എന്ന് പറയുന്ന
ഫിഖഹിന്റെ അവസാന വാക്ക് എന്ന രീതിയിൽ കേരളീയ ജനത ഉയർത്തിക്കാട്ടുന്ന ഇബ്നു ഹജർ റഹിമഹുല്ല ഈ മഹാനുഭാവനെ കുറിച്ച് ഒരു സാധാരണക്കാരൻ പറയാൻ ഇഷ്ടപ്പെടുമോ? ഈ കാര്യം നമ്മൾ പല കാര്യങ്ങളും പറയും. ഇത്രയും കുത്തുബാണി എന്ന് പരിചയപ്പെടുത്തിയ, ആരിഫാണി എന്ന് പരിചയപ്പെടുത്തിയ ഉന്നതമായ ഫിഖഹി കർമ്മശാസ്ത്രത്തിൽ, ഫിഖഹിന്റെ ഉന്നതമായ തലങ്ങളിൽ മുടിനാരിക കീറി മസ്അലകൾ വേർതിരിക്കാൻ പരിജ്ഞാനം നേടി ആളുകൾക്കത് ഗ്രന്ഥത്തിലൂടെ കൈമാറിയ ഉന്നതമായ തലത്തിൽ നിയോഗിക്കപ്പെട്ട ഈ മഹാമനീഷിയെ കുറിച്ച് പച്ചക്കള്ളം വിളിച്ചു പറയാൻ ഉത്തരവാദപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ സ്റ്റേജ് ഉപയോഗിക്കുന്നതിന് അവസരമൊരുക്കുന്നത് ലജ്ജാകരമല്ല കൂട്ടരെ? നിങ്ങൾ ചെയ്തത് ശരിയായോ? വേദി കെട്ടിയോല് ചെയ്തത് ശരിയാണോ? പണം മുടക്കിയോല് അള്ളാന്റെ മാർഗത്തിലാ ചെലവഴിച്ച്? ഖുത്ബുസ്സമാനെ പറയുന്നതിന് മുമ്പ് ആമുഖമായി ഇബ്നു ഹജർ റഹിമഹുല്ല എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ ഖുത്ബ് എന്ന് പറയുന്ന ആ മഹാമനീഷിയുടെ നെഞ്ചത്ത് കയറി ഡാൻസ് കളിക്കാൻ ആർജവത്വം കാണിച്ച നിന്നെ പോലുള്ള ഹസ്രത്തുമാരിൽ നിന്ന് ഇതിലും വലുത് പ്രതീക്ഷിക്കപ്പെടണം വേണ്ടേ? എന്താ അയാളെ ധൈര്യം? ധൈര്യം ഉണ്ടെന്ന് തുടക്കത്തിലെ അയാളെ തെളിയിച്ചില്ലേ? ഇവരൊക്കെ ഒരു സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, സത്യം പറയണം, നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തോളൂ, നിങ്ങൾ നുണേ പറയുള്ളൂ, ഞാനൊരു സംഘടനയുടെ ആളല്ല, മർഹബ, ആരിഫാണ്, അഗ്രഗണ്യനാണ്, മഹാപണ്ഡിതനാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് അദ്ദേഹം തന്നെ ആ മഹാനുഭാവന്റെ കിതാബിലെ ഇബാറത്തെടുത്ത് നേർക്കുനേരെ എതിരുള്ള അർത്ഥം പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. ദക്ഷിണക്കാരെത്ര മോശമായോ? നിങ്ങളെ കൂട്ടത്തിൽ ആരുമില്ല കൂട്ടര്, ഉണ്ടെന്നാണല്ലോ മനസ്സിലാക്കിയത്. ഞങ്ങൾ ആ ഭാഗത്തുള്ള ആളുകളുടെയൊക്കെ ധാരണ എന്തിനിങ്ങനെ ഈ സാധുവിനെ പിടിച്ച് തിരുത്തണം? ഒരു ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞ 3 ആളെങ്കിലും ഉണ്ടാവില്ല. ഇവരാരെയും കൊണ്ടുവരാതെ മെമ്പർഷിപ്പ് എടുക്കാത്ത വളരെ സത്യം പറയുന്ന ഇയാളെ തന്നെ കൊണ്ടുവരേണ്ടി. മോശമായി പോയി. മാത്രല്ല ഈ തട്ടിപ്പ് ഈ കിതാബ് എടുത്തിട്ട് ആകെ മൂപ്പര പ്രഭാഷണത്തിൽ ആകെ 2 കിതാബ് അങ്ങോട്ട് ഇടക്കിടക്ക് ഇങ്ങനെ പറയും മൂപ്പര്. ഞാൻ വളരെ കിതാബാണ്, വാറോലയല്ല പറയുന്നത്, ഞാൻ ശരിക്കും തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, കിതാബാണ് ഉദ്ധരിക്കുന്നത്, അതിന്റെ പേജ് നമ്പറാണ് പറയുന്നത്, വാറോലയല്ല. താങ്കളൊക്കെ വാറോല പറയുകയാണ് ഈ ഉമ്മത്തിന് ഖൈറ്. എന്നാ ഈ അപകടം വരൂലായിരുന്നു? വാറോല പറഞ്ഞു പോട്ടെ, ഒരു കുത്തുബിന്റെ നെഞ്ഞത്തേക്ക് കയറേണ്ടിയിരുന്നോ? ഇബ്നു ഹജർ എന്ന് പറയുന്ന കുത്തുബിന്റെ നെഞ്ഞത്ത് കയറിയിട്ട് കളിക്കേണ്ടിയിരുന്നോ? അമിതമായി പോയില്ലേ? അപകടകരമല്ലേ ഈ പോക്ക്? തന്റെ മുന്നിലിരിക്കുന്ന ആളുകളെ കൂടെ ഇനി ഈ കേസറ്റ് പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഹസ്രത്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കും കസർത്താം എന്ന് കരുതി ആ കേസറ്റ് കേട്ട് പ്രസംഗം അവതരിപ്പിക്കുന്ന ആളുകളുടെ സ്ഥിതി എന്താകും? അപകടത്തിലേക്കല്ലേ ഇയാൾ കൊണ്ടെത്തിച്ചത്? അത് എല്ലാവരും വിളിച്ചു പറയാൻ വേണ്ടിയല്ലേ? ഞാൻ കളവ് പറയാത്ത, സത്യം തുറന്നു പറയുന്ന, മരിക്കേണ്ടി വന്നാലും സത്യം തുറന്നു പറയും. എന്താണ് ആ പ്രഖ്യാപനം? ദക്ഷിണക്കാരൊക്കെ പറഞ്ഞ മരണം പേടിച്ചുകാണ്ട് ബാക്കിയുള്ള ദക്ഷിണയുടെ ആലിമീങ്ങളൊക്കെ മരണം മരിക്കുമല്ലോ